നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. യുവകർഷകന്റെ കൃഷിയിടം രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചു. ആസാം ചുരയ്ക്ക കൃഷി പരിചയപ്പെടുത്തിയ പല്ലാരിമംഗലം സ്വദേശി അജ്മലിന്റെ കൃഷിയിടമാണ് രാത്രിയുടെ മറവിൽ വെട്ടി നശിപ്പിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇഷ്ടവിഭവമായ ഭീമൻ ആസാം ചുരയ്ക്ക വിളയിച്ച് ശ്രദ്ധേയനായ പല്ലാരിമംഗലം സ്വദേശി അജ്മൽ ഷാജഹാന്റെ 1/2 ഏക്കറോളം വരുന്ന കൃഷിയിടമാണ് സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചത്. 4 മാസം പ്രായമായ ചെടികളുടെ വള്ളികളുടെ കടഭാഗം അറുത്തുമാറ്റിയ നിലയിലായിരുന്നു. 6 മാസം കൂടി വിളവെടുക്കാമായിരുന്ന കൃഷിയിടമാണ് വെട്ടിനശിപ്പിച്ചത്. ഒരു തവണ മാത്രമാണ് വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ സാമൂഹ്യ വിരുദ്ധർ കൃഷിയിടത്തിൽ പ്രവേശിച്ചതെന്നാണ് നിഗമനം. ആസാമിൽ നിന്ന് വിത്തുകൾ എത്തിച്ചാണ് അജ്മൽ കൃഷി ആരംഭിച്ചത്. സ്ഥലം പാട്ടത്തിനെടുത്ത് വിവിധയിടങ്ങളിലേക്ക് അജ്മൽ കൃഷി വ്യാപിപ്പിച്ചിരുന്നു. പണം കടമെടുത്ത് നല്ല ലാഭം പ്രതീക്ഷിച്ചാണ് അജ്മൽ ചുരയ്ക്ക കൃഷി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് താൻ കൃഷിരംഗത്തെത്തിയതെന്നും ഒറ്റ രാത്രി കൊണ്ട് തന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തെറിയപ്പെട്ടുവെന്നും കൃഷിയുടമ അജ്മൽ പറഞ്ഞു. എന്റെ കൃഷി ഇന്നലെ രാത്രി വരെ ഞാനിവിടെ വളവും കൃഷിയും കാര്യങ്ങളും എല്ലാം നോക്കി വെള്ളം വരെ കൊടുത്തിട്ട് പോയതാ. ഇന്ന് രാവിലെ വന്ന് ഞാൻ കാണുന്നത് എൻ്റെ കൃഷിയുടെ മൊത്തം നശിപ്പിച്ച്, ഏത് സാമൂഹിക വിരുദ്ധർ കയറി വന്ന് എൻ്റെ എല്ലാം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഇനി എനിക്കൊരു ഉപജീവനമാർഗ്ഗം ഇല്ലാത്ത അവസ്ഥയിലാക്കി തന്നെ. കാരണം എനിക്ക് ഉള്ള വരുമാനം കൊണ്ട് ഒന്നും തന്നെ ആവാത്തതുകൊണ്ടും എൻ്റെ പ്രശ്നങ്ങൾക്കും ഒന്ന് മുന്നോട്ട് എനിക്ക് കടന്നു പോകാനുള്ള വഴിയും സ്വീകരിക്കാനാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം തന്നെ ഞാനിവിടെ നിക്ഷേപിച്ച് എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടത്താമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു രാത്രി കൊണ്ട്, നിസ്സാര സമയം കൊണ്ട് എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു. ആരാന്നോ എന്താണെന്നോ നമുക്കറിയില്ല. പക്ഷേ ഇതിപ്പോൾ ആരോട് പറയാൻ? എൻ്റെ അവസ്ഥ എനിക്ക് വിവരിക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനാണ്. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് ഇല്ലാതായതെന്നും കുറ്റവാളികളെ ഉടൻ കണ്ടെത്തണമെന്നും അജ്മലിന്റെ പിതാവ് ഷാജഹാൻ പറഞ്ഞു. വരുമാനം ഇല്ലാത്തതിന്റെ പേരിൽ ചെറിയ പറമ്പുകളെടുത്ത് കൃഷി തുടങ്ങി ഉപജീവിത മാർഗം കണ്ടെത്തിക്കൊണ്ടിരുന്നതാണ്. ഇത് ഇന്നലെ രാത്രി വന്ന് ഏതോ വ്യക്തികൾ ഇത് വെട്ടിമുറിച്ച് നശിപ്പിച്ചിട്ടു. എനിക്കുള്ള എല്ലാ വരുമാനവും നഷ്ടപ്പെട്ട് ആരോഗ്യമില്ലാത്ത ഞങ്ങളെ വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനു വേണ്ടി സഹായിക്കണം, അന്വേഷണം നടത്തണം, ഇതിന് നടപടി ഉണ്ടാക്കി തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. കേരളത്തിന് പുറത്തുനിന്ന് ജോലി തേടിയെത്തിയ ഭായിമാരുടെ പ്രിയ പച്ചക്കറി ഇനമാണ് ആസാം ചുരയ്ക്ക. അജ്മലിന്റെ സുഹൃത്തായ ആസാം സ്വദേശി ഉമർ അലിയാണ് ആസാം ചുരയ്ക്കയെപ്പറ്റി പറഞ്ഞതും ആസാമിൽ നിന്ന് വിത്തുകൾ എത്തിച്ചു നൽകിയതും. നല്ല വിളവ് പ്രതീക്ഷിച്ച കൃഷിയിടം ഒറ്റ രാത്രി കൊണ്ടാണ് കണ്ണീർപ്പാടമായി മാറിയത്. പോത്താനിക്കാട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അജ്മൽ. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ.